അറിയാം, സഹോദരിയുടെ വില അറിയാം, കൂടെ പഠിക്കുന്ന പെൺകുട്ടിയുടെ വില അറിയാം. പക്ഷെ അതല്ലാതെ അമ്മയെ സ്നേഹിക്കാത്ത ഒരുത്തനാണ് നിന്റെ ബോയ് ഫ്രണ്ട് എങ്കിൽ നിന്നെ ഉപയോഗിച്ചതിന് ശേഷം അവൻ വേറെ പോയിരിക്കും. അതുപോലെ തന്നെ ഞാൻ ആൺകുട്ടികൾക്കും പറയുന്നു, പെൺകുട്ടികൾ എന്ന് പറയുന്ന വ്യക്തികൾ നിന്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, എന്റെ അമ്മയെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അച്ഛനെയാണ് സ്നേഹം, അങ്ങനെ മാതാപിതാക്കളെ മരിച്ച് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നിന്റെ ഫ്രണ്ടെങ്കിൽ ഞാൻ പറയും, ഉറപ്പായും അവൾ നിനക്ക് നന്മ മാത്രമേ ചെയ്യൂ, പഠനത്തിൽ ഉയരാൻ അവൾ സഹായിക്കും ആ ഫ്രണ്ട്. അല്ലാത്ത പെണ്ണിനെ നീ വിശ്വസിച്ചാൽ, നിങ്ങൾ ഒരു സെക്കൻഡ് ആലോചിച്ച് നോക്കിയേ, നിരന്തരം നീ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് ശീലിച്ച് ഒരു 5 വർഷം കഴിഞ്ഞ് നിന്റെ ആ കള്ളത്തരത്തിന്റെ ജീൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോ ഇല്ലാത്ത പൈസ കടം വാങ്ങിച്ച് ഈ പാവം അച്ഛനും അമ്മയും ഈ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ അവിടെ ചെന്ന് ഭർത്താവിനോട് പറയുന്നതും പലപ്പോഴും കള്ളമായിരിക്കും. മക്കളെ, അറിയാതെ വായിൽ നിന്ന് വീഴുന്നതാണ്. കാരണം ഡോമിനേറ്റഡ് ആക്ടിവേറ്റഡ് ജീൻ കള്ളത്തരത്തിൻ്റെതാണ്. ബയോളജി സുവോളജി ടീച്ചറിനോട് കൂടുതൽ ചോദിക്കുക, അപ്പം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ധർമ്മം ചര മൂന്നാമത്തെ ഭാരത സംസ്കാരമാണ്, ഭാരതത്തിന്റെ സ്തംഭമാണ്. മാതൃദേവോ ഭവ, അമ്മ ദൈവത്തിന് തുല്യാണ്. അല്ലാതെ ദൈവം തമ്പുരാൻ ആ കായംകുളം ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ച് നിന്റെ വീട്ടിൽ വന്നിട്ട് എണീര് പല്ല് തേക്ക് ഫിസിക്സ് പഠിക്കുക കെമിസ്ട്രി പഠിക്കുന്നതൊന്നും ദൈവം പറയില്ല മക്കളെ. അതിനു പകരം ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ് ബുദ്ധി. അതാണ് വിശുദ്ധ ഖുർആനിൽ 10-ാം സൂറത്ത് 100-ാം സൂക്തം. അതെങ്കിലും പോയി വായിക്കണം. 10-ൽ 100. ഞാൻ ബുദ്ധി നിനക്ക് തന്നിട്ടും ആ ബുദ്ധി വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്ത നിന്നെ ഞാൻ അശുദ്ധനാക്കുന്നു. നമ്മൾ അശുദ്ധരായാൽ പിന്നെ ഉണ്ടാകുന്ന മക്കളും അതുപോലെ ഇരിക്കും. ശ്രദ്ധിക്കണം, അകത്ത് വിശുദ്ധി ഉണ്ടാകണം. ഒരു പെൺകുട്ടിക്ക് വേണ്ടത് അകത്ത് വിശുദ്ധി. ഞാൻ ഉൾപ്പെടുന്ന ഈ ആൺവർഗത്തിന് 10 മിനിറ്റ് മാത്രം മതി മക്കളെ, ബീജമെന്ന സ്പേം നിന്റെ ഗർഭപാത്രത്തിലേക്ക് അയക്കാൻ. പക്ഷേ ഏറ്റവും വിശുദ്ധമായ ഗർഭപാത്രവും ഏറ്റവും വിശുദ്ധമായ ശരീരവും അകം മുഴുവൻ നന്മ നിറഞ്ഞില്ല എങ്കിൽ നിനക്കൊരിക്കലും ഒരു മാതാവാകാൻ കഴിയില്ല. നല്ല മാതാവാകുന്ന പെൺകുട്ടിയിൽ മാത്രമേ സ്രഷ്ടാവ് ഏറ്റവും നല്ല മക്കളെ തരൂ. ഇല്ലെങ്കിൽ ആ മക്കളെ ഓർത്ത് നീ ദുരിതം വരും. എങ്ങനെയെന്ന് അറിയണ്ടേ? 20 വയസ്സിന് മുമ്പ് നീ നിന്നോടൊപ്പം പഠിക്കുന്ന ഏതെങ്കിലും വിവരം കേട്ട അച്ഛനെയും അമ്മയും പറ്റിച്ച കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന പയ്യനോടൊപ്പം ഒളിച്ചോടാൻ പ്രാപ്തമാക്കി പെട്ടിയൊക്കെ റെഡിയാക്കിയിരിക്കുന്ന മക്കളാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒന്നുകൂടെ കൊണ്ടുപോക്കോ. ഒളിച്ചോടണ്ടെന്ന് ഞാൻ പറയില്ല. ശ്രദ്ധിക്കണം, നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മെത്തേഡ് ചെയ്യുന്നത്. നീ ഒന്ന് ശ്രദ്ധിച്ചോ, നീ ആരോടാ ഒളിച്ചോടുന്നത്? അച്ഛനെയും അമ്മയും പറ്റിച്ച് ഒരക്ഷരം പഠിക്കാത്ത ഒരു വിവരവുമില്ലാത്ത ഒരു പയ്യനോടൊപ്പം നീ ഒളിച്ചോടുമ്പോൾ നിനക്ക് ദൈവം 100 വയസ്സുവരെ ജീവിക്കാൻ ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ ഈ 18ാമത്തെ വയസ്സിൽ നീ ഒളിച്ചോടി കഴിയുമ്പോ 20 വയസ്സിനകത്ത് ചിലപ്പോൾ നിനക്ക് ഒരു കുട്ടി 2 കുട്ടി അവന്റേത് കിട്ടി എന്ന് വരാം. അടുത്ത 100 വർഷക്കാലം നീ ജീവിക്കുമ്പോൾ ബാക്കിയുള്ള 80 വർഷക്കാലവും ഈ കാഫിറിനെ കൊണ്ട് ഈ ഹറാം പറഞ്ഞതിനെ കൊണ്ട് നിന്റെ ജീവിതം ഭ്രാന്താലയമായി മാറും. മറക്കണ്ട. അതുകൊണ്ട് ഒരു കുട്ടി വീട്ടിൽ കഞ്ഞി കുടിക്കാൻ നിവർത്തിയുണ്ടെങ്കിൽ MSc MPhil PhDയും 24-25 വയസ്സ് വരെ നന്നായി പഠിച്ചിരിക്കണം. അങ്ങനെ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടേ ഒരു കുടുംബജീവിതത്തിലേക്ക് കയറാവൂ. അപ്പൊ നല്ല ജ്ഞാനമുള്ള മക്കളുണ്ടാകും. അപ്പൊ മാതൃദേവോ ഭവ, അമ്മ ദൈവത്തിന് തുല്യാണ്. 4 പിതൃദേവോ ഭവ, അച്ഛൻ ദൈവത്തിന് തുല്യനാണ്. ആ കഷ്ടപ്പെട്ട ഒരു കുടുംബം മുഴുവൻ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്ന പാവപ്പെട്ട അച്ഛനുണ്ടല്ലോ, നീ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ, ഇന്ന് പോയി കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. പൊറുക്കുന്നവനാണ് സ്രഷ്ടാവ്, പക്ഷെ നീ മാപ്പ് ചോദിക്കേണ്ടി വരും ആ വാപ്പയോട്. അപ്പൊ അച്ഛൻ ദൈവത്തിന് തുല്യനാണ്. 5 ആചാര്യ ദേവോ ഭവ, ഈ നിന്റെ ഗുരുക്കന്മാരായിട്ടുള്ള സാർമാരില്ലേ, അവർ നിന്റെ മാതാവിനും പിതാവിനും തുല്യരും. 2ാമത്തെ മാതാവും പിതാവും. 2 അവർ ദൈവത്തിന് തുല്യരാണ്. നിന്റെ ഏതെങ്കിലും അധ്യാപകന്റെയോ അധ്യാപികയുടെയോ ശാപം വാങ്ങിച്ചു പിടിക്കുകയും അവരെ അധിക്ഷേപിച്ചുകൊണ്ടും നിഷേധാത്മകമായി നീ ഓടുകയാണെങ്കിൽ നീ വിദ്യയിൽ എങ്ങും എത്തൂല മക്കളെ. ഉറപ്പാണ്. അധ്യാപകന്റെ ഗുരുവിന്റെ ആശീർവാദം അനുഗ്രഹം വാങ്ങിക്കണം. കാരണം ഗുരു. പക്ഷേ നമ്മുടെ ഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ തല തന്നെ എറിഞ്ഞു പൊട്ടിക്കുന്ന സംസ്കാരമാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. നരകത്തിന്റെ അടിത്തട്ടിൽ പോലും ഇവന്മാർക്ക് സീറ്റ് ഉണ്ടാവില്ല. അപ്പോ ഗുരുക്കന്മാരെ ആദരിക്കാൻ പഠിക്കണം. അങ്ങനെ ഈ പഞ്ചസ്തംഭങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മക്കളെ പഠിപ്പിച്ചാൽ
എല്ലാ വസ്തുക്കളും ഇരുന്നോട്ടെ, കൂടെ നിങ്ങൾ വിശ്വസിക്കുന്ന വേദഗ്രന്ഥങ്ങളും ഡെയിലി ശക്തമായി മക്കളെ വായിച്ചു പഠിപ്പിച്ചാൽ അവരുടെ ശരീരത്തിനെ നിയന്ത്രിക്കാൻ അവർക്ക് തന്നെ കഴിയും. അങ്ങനെ അവനവനെ നിയന്ത്രിക്കണം. അതാണ് ഭഗവത്ഗീത പറഞ്ഞത്, അവനവനെ വിജയിപ്പിക്കണം. ഒരു അധ്യാപകനായ ഗുരുവിന് 1/4 നോളജ് മാത്രമേ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂ. അടുത്ത 1/4 നോളജ് ക്ലാസ്സുകളിൽ, സ്കൂളുകളിൽ, വിദ്യാലയങ്ങളിൽ നിന്ന് പഠിക്കണം. അടുത്ത കാൽഭാഗം ലൈബ്രറികളിൽ നിന്ന് പഠിക്കണം. അടുത്ത ആ കാൽഭാഗം ജീവിത അനുഭവങ്ങളിലൂടെ പഠിക്കണം. അങ്ങനെ ഒരുത്തൻ സമ്പൂർണ്ണാകൂ. എന്നാൽ സത്യം പ്രത്യക്ഷമായി അനുഭവിച്ചറിഞ്ഞ ഒരു ഗുരുവിൽ നിന്നൊന്ന് കിട്ടിയാൽ പിന്നെ അറിയാനായി ഒന്നുമില്ല എന്ന് മറക്കണ്ട മക്കളെ. ഞങ്ങൾ ഇന്നലെ വരെ അറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ ഇവിടെ തന്നെ കളഞ്ഞിട്ട് പോകാം. അപ്പോ ആ ആത്മജ്ഞാനം വളർത്താൻ ഒന്ന് പരിശ്രമിക്കണം. മാനസിക അച്ചടക്കവും ശാരീരിക അച്ചടക്കവും ആത്മീയ നോളജുമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നല്ല അടക്കവും ഒതുക്കമുള്ള മക്കളെ കിട്ടൂ. അതിന്ന് കുറവായതുകൊണ്ടാണ് ക്ലാസ്സുകളിൽ അധ്യാപകർക്ക് പിള്ളേരെ അടക്കിയിരുത്താൻ പറ്റാത്തത്. കുറ്റം അധ്യാപകരുടേതല്ല, സൃഷ്ടിയുടേതാണ്. അതാണ് പ്രശ്നം. അപ്പം ഓർക്കണം, വരുന്ന ഒരു തലമുറയെങ്കിലും നല്ലതാകണമെങ്കിൽ എന്റെ പെൺമക്കൾ ഏറെ സുന്ദരികളാകണം. മുഖത്തല്ല, പ്രവൃത്തിയിൽ, അകത്ത്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ നേരത്തെ തന്നെ നിർത്തിയേനെ. അവിടെ നിന്ന് ഇവിടം വരെ ബിന്ദു ടീച്ചർ എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, സാറേ കുറയ്ക്കല്ലേ സാറേ, കുറയ്ക്കല്ലേ സാറേ. 2 ഗ്ലാസ് വെള്ളവും കൂടെ കൊണ്ടുവിടെ വെച്ചു. കുറയ്ക്കല്ലേ സാറേ. ഞാൻ 2 മിനിറ്റ് കൊണ്ട് കുറയ്ക്കും. അടുത്ത കരുനാഗപ്പള്ളിയിൽ സ്കൂളിൽ കാത്തിരിക്കുകയാണ്. ഞാൻ നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു അവസരത്തിൽ ഒരു 4 മണിക്കൂർ റിയാലിറ്റി ഷോ കാണാം. മൊബൈൽ ഫോൺ നിരന്തരമായി ഉപയോഗിക്കുന്ന എന്റെ കുഞ്ഞുമക്കളെ, നീ ഓർത്തോളൂ, നിനക്ക് ഭാവിയിൽ മക്കൾ ഉണ്ടാകില്ല. അതുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കേൾക്കണോ വേണ്ടേ? കേൾക്കണോ വേണ്ടേ? കേൾക്കാൻ വയ്യ എനിക്ക്. കേൾക്കണോ വേണ്ടേ? കേട്ടോളൂ. 2 കാര്യം ചേർത്ത് പറയാൻ പോവുകയാണ്. 2 കാര്യങ്ങൾ. മൊബൈൽ ഫോൺ നിരന്തരമായി ഉപയോഗിക്കുന്ന മക്കളെ നിങ്ങൾക്ക് മക്കളുണ്ടാകില്ല. മാതാപിതാക്കൾ മൊബൈൽ വാങ്ങിച്ചു കൊടുത്ത് കളിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ ഇനി ഞാൻ പറയുന്നത്. 2, ജീൻസ് പാൻസ് ഇട്ടുകൊണ്ട് നടക്കുന്ന പെൺകുട്ടികളും ഉണ്ടെങ്കിലും ആൺകുട്ടികളുണ്ടെങ്കിലും അത് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളവരും ഓർത്തോളൂ, നിങ്ങൾക്ക് മക്കളുണ്ടാകാനുള്ള